ആമേശ്വത്രം എന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരുങ്ങുമ്പോ എന്റെ മനസ്സിനകത്ത് പെട്ടെന്ന് കർത്താവിനോട് സംസാരിച്ചത് പ്രൈസ് ദി ലോർഡ്. എന്റെ അപ്പൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പേ സുവിശേഷത്തിന്റെ ശക്തി സത്യത്തിൽ ഞാൻ ഇറങ്ങിയിരുന്നെങ്കിൽ എന്റെ അപ്പൻ ആത്മഹത്യ ചെയ്യത്തില്ലായിരുന്നു. എന്റെ അപ്പന്റെ ജീവിതം അവസാനിച്ചിട്ടല്ല മരിച്ചത്. ഹല്ലേലൂയ. സമയത്തല്ല, അതൊരു ദുർമരണമായിരുന്നു. ആത്മഹത്യയായിരുന്നു. നമുക്കറിയാതെ അപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിങ്ങനെ വിശ്വസിക്കുക, സുവിശേഷത്തിന്റെ ശക്തിയിൽ ഞാൻ യേശുവിൻ്റെതായിരുന്നെങ്കിൽ, നമുക്കറിയാം അന്ന് വരെയും എന്റെ 13ാമത്തെ വയസ്സിലാണ് എന്റെ അപ്പൻ മരിച്ചത്. അന്ന് വരെയും ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു, പ്രാർത്ഥനയുണ്ട്, കരോളിൽ എല്ലാം ഉണ്ട്. പക്ഷേ പള്ളിക്കാരൻ എന്നുള്ള പേരുണ്ടെങ്കിലും ഞാൻ യേശുവിൻ്റെതായിരുന്നില്ല. യേശു എന്റേതുമായിരുന്നില്ല. യേശുവിനെ അറിയാം, യേശുവിനെ ആരാധിക്കുന്നുണ്ട് എന്നുള്ള ആ ബന്ധം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനേക്കാൾ അപ്പുറമായി യേശുവിൻ്റെതാകണം. നമുക്കറിയാം, അപ്പനും അമ്മയും മരിച്ചുപോയ ഒരു അനാഥ കുഞ്ഞ് ഒരു അനാഥശാലയിൽ വളരുമ്പോൾ ശരിയായ ഒരു സംരക്ഷണം ആ കുഞ്ഞിനില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനാഥ കുഞ്ഞായ ആ കുട്ടി ഒരു മാതാവിന്റെയോ പിതാവിന്റെയോ ഒരു മകനായി തീരുമ്പോഴാണ് ശരിയായ സംരക്ഷണം ആ കുഞ്ഞിന് കിട്ടുന്നത് അല്ലെ? ഒരു അനാഥശാലയിൽ ഇന്നൊക്കെ എല്ലാ വ്യത്യാസങ്ങൾ വന്നു. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല സംരക്ഷണം കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെ? നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത്, ഏതോ ഒരു ദേശത്ത് ആമേശ്വത്രം ഡേ കെയറിൽ നോക്കാൻ കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ കെട്ടിയിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അവർ ഉരുണ്ട് കട്ടിൽ നിന്ന് താഴെ പോകാതിരിക്കാൻ കെട്ടിയിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കൊച്ചു പിള്ളേരാ, 1.5 വയസ്സ് 2 വയസ്സിനകത്തുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അനാഥ കുഞ്ഞുങ്ങൾക്ക്, അനാഥരായിരിക്കുന്നവർക്ക് നല്ലൊരു സംരക്ഷണം കിട്ടണമെന്നില്ല, നല്ല ഫുഡ് കിട്ടണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അത് വേറൊരാളിൻ്റെതാകുമ്പോൾ, അവകാശിയാകുമ്പോൾ അവർക്ക് സംരക്ഷണം കിട്ടും, ശരിയായ രീതിയിലുള്ള ജീവിതങ്ങൾ ലഭിക്കുവാൻ. എന്നതുപോലെ തന്നെയാണ് നമ്മൾ യേശുവിനെ അറിഞ്ഞാൽ മാത്രം പോരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെതാകണം നമ്മൾ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ലൂക്കോസ് എടുക്കണ്ട. ലൂക്കോസ് 5-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഗെനസറേത്ത് തടാകത്തിലേക്ക് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനാണ് പോകുന്നത്? ശൂന്യമായ ഒരു പടക് അവിടെ കിടപ്പുണ്ട്. ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, ശീമോന്റെ പടകിൽ യേശു കയറി ആമേശ്വത്രം ആഴത്തിൽ വല വീശുവാൻ പറഞ്ഞു, വല നിറച്ച് മീന് കൊടുത്തു അല്ലെ? ഞാൻ ചോദിക്കട്ടെ, ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 1-2 മണിക്കൂർ കഴിയുമ്പോൾ അഴുകിപ്പോകുന്ന കുറെ മീന് കൊടുത്ത് സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണോ ശീമോന്റെ പടകിൽ യേശു വന്നത്? അല്ല. പിന്നെ എന്തിനാ? 2 ഉദ്ദേശമായിരുന്നു ശീമോന്റെ പടകിൽ യേശു വരുമ്പോൾ. ഒന്ന്, യേശുവിന് ശീമോനെ കിട്ടണം. 2